Hi everyone, welcome to Ish Media. I am Anna and I hope everyone is doing good. ജീവിതത്തിൽ പ്രണയം എക്സ്പീരിയൻസ് ചെയ്യാത്ത ആരും ഉണ്ടാവുകയില്ല. ഒരു അൺഎക്സ്പ്ലെയിനബിൾ ഇമോഷനാണ് ലവ്. അത് മനസ്സിലാക്കണമെങ്കിൽ അത് എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. ആൻഡ് ലവ് ഇസ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ്. മനുഷ്യന്മാർ തമ്മിൽ മാത്രമല്ല പ്രണയമുള്ളത്, എല്ലാ ജീവജാലങ്ങൾ തമ്മിലും പ്രണയമുണ്ട്. റൊമാൻറ്റിക് മൂവീസ് കാണാൻ ഇഷ്ടമായ വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ചിത്രങ്ങൾ കണ്ടിരിക്കണം. ദി മൗണ്ടൻ ബിറ്റ്വീൻ അസ് 2017 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ സർവൈവൽ റൊമാൻറ്റിക് ഡ്രാമ ഫിലിമാണിത്. ഒരു സ്റ്റോം മൂലം അലക്സും ബെന്നും സഞ്ചരിക്കുന്ന ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുകയാണ്. ബെൻ ഒരു ന്യൂറോ സർജനാണ്, അലക്സ് ഒരു ഫോട്ടോ ജേർണലിസ്റ്റാണ്. ഇവർ രണ്ടുപേരും ടോട്ടൽ സ്ട്രേഞ്ചേഴ്സാണ്. ഇവർക്ക് ഇവരുടെ ഡെസ്റ്റിനേഷൻ എത്തേണ്ട അത്യാവശ്യമുള്ളതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഒരു പ്രൈവറ്റ് ഫ്ലൈറ്റ് ഹയർ ചെയ്യുകയാണ്. ഫ്ലൈറ്റ് സഞ്ചരിക്കുന്ന ഇടയിൽ വെച്ച് ഇവരുടെ പൈലറ്റിന് ഒരു സ്ട്രോക്ക് വന്ന് മരിച്ചു പോകുന്നു. അതുമൂലം ഇവരുടെ ഫ്ലൈറ്റ് ഒരു അൺനോൺ ഡെസ്റ്റിനേഷനിലേക്ക് ക്രാഷ് ചെയ്യുകയാണ്. അവിടെ വെച്ച് ഇവർ സർവൈവ് ചെയ്യുന്നതാണ് ചിത്രത്തിൻ്റെ ഉടനീളം കാണിക്കുന്നത്. അഡ്വഞ്ചർ, സർവൈവൽ, റൊമാൻസ്, ഡ്രാമ എന്നീ ജോണേഴ്സിനൊരു മിക്സാണ് ഈ ചിത്രം. ഒരു റൊമാൻറ്റിക് ആൻഡ് ഹാർട്ട് വാർമിംഗ് എൻഡിങ് ആണ് ഈ ചിത്രത്തിനുള്ളത്. ഈ മൂവി നെറ്റ്ഫ്ലിക്സിൽ കാണാവുന്നതാണ്. ദ ടൂറിസ്റ്റ് 2010 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ റൊമാൻറ്റിക് ത്രില്ലർ ഫിലിമാണിത്. ഏഞ്ചലിന ജോളിയും ജോണി ഡെപ്പുമാണ് ഈ കഥയുടെ മെയിൻ ക്യാരക്ടർ. എലിസ് എന്നൊരു ബ്രിട്ടീഷ് വിമനെ കാണിച്ചുകൊണ്ടാണ് ചിത്രം തുടങ്ങുന്നത്. എലീസിനെ ഫ്രഞ്ച് പോലീസ് ഫോളോ ചെയ്യുകയാണ്. തൻ്റെ കാമുകനായ അലക്സാണ്ടർ പിയേഴ്സിനെ പിടികൂടാനാണ് എലീസിനെ അവർ ഫോളോ ചെയ്യുന്നത്. ഫ്രഞ്ച് പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ അലക്സാണ്ടർ പ്ലാസ്റ്റിക് സർജറി ചെയ്തതുമായി ഒരു സൂചനയുണ്ട്. ആ ട്രെയിനിൽ ഫ്രാങ്ക് എന്നൊരു മാത്തമാറ്റിക്സ് ടീച്ചറിനെ എലീസ് തിരഞ്ഞെടുക്കുന്നു. ഇതുമൂലം ഫ്രാങ്കിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഈ ഒരു പോയിന്റ് കഴിഞ്ഞ ശേഷം സിനിമ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആവുകയാണ്. പ്ലോട്ട് ട്വിസ്റ്റുകളൊക്കെയുള്ള ഒരു വിൻറ്റേജ് ബ്യൂട്ടിഫുൾ മൂവിയാണ് ദ ടൂറിസ്റ്റ്. നെറ്റ്ഫ്ലിക്സിലും ആമസോൺ പ്രൈമിലും ഈ ചിത്രം കാണാവുന്നതാണ്. കോൾ മീ ബൈ യുവർ നെയിം 2017 പുറത്തിറങ്ങിയ ഒരു കമ്മിങ് ഓഫ് ഏജ് റൊമാൻറ്റിക് ഡ്രാമ ഫിലിമാണിത്. 17 വയസ്സുള്ള എലിയോ 24 വയസ്സുള്ള ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റായ ഒലീവറുമായി ഇഷ്ടത്തിലാകുന്നതാണ് ചിത്രത്തിൻ്റെ കഥ. എലിയോൻ്റെ അച്ഛൻ ഒരു പ്രൊഫസറാണ്. തൻ്റെ അച്ഛനെ അസിസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റാണ് ഒലീവർ. തുടക്കത്തിൽ എലിയോയിന് ഒലിവറിനെ അത്ര കാര്യമായിരുന്നില്ല. പക്ഷേ ഇവർ കൂടുതൽ അടുത്ത് കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിലാവുകയാണ്. ഒരു ടീനേജറിൻ്റെ സെൽഫ് ഡിസ്കവറിയാണ് ഈ ചിത്രത്തിലൂടെ കാണിക്കുന്നത്. ഈവൻ ദോ ചിത്രത്തിൻ്റെ എൻഡിങ് അൺപ്ലസൻ്റ് ആണെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് മൂവിയാണ് കോൾ മീ ബൈ യുവർ നെയിം. ഈ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ കാണാവുന്നതാണ്. ബാവൽ 2023 പുറത്തിറങ്ങിയ ഒരു ഹിന്ദി ലാംഗ്വേജ് റൊമാൻറ്റിക് ഡ്രാമ മൂവിയാണിത്. അജയ് ഒരു ഇമേജ് കോഷ്യസ് നാർസിസിസ്റ്റ് ആണ്. ലക്നൌവിലെ ഒരു സ്കൂളിലെ ഹിസ്റ്ററി ടീച്ചറാണ് അജയ്. കഥ മുന്നോട്ട് പോകുമ്പോൾ അജയ് നിഷേനെ കല്യാണം കഴിക്കുകയാണ്. നിഷ ഒരു എപ്പിലെപ്റ്റിക് പേഷ്യൻ്റ് ആണ്. ഇതറിഞ്ഞു വെച്ചുകൊണ്ടാണ് അജയ് നിഷേനെ കല്യാണം കഴിച്ചത്. പക്ഷേ കല്യാണത്തിന് ശേഷം നിഷയ്ക്ക് ഒരുപാട് സീസേഴ്സ് വരികയാണ്. ഇത് അജയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്ന പേടി കൊണ്ട് അജയ് നിഷയെടുത്ത് വളരെ മോശമായി പെരുമാറാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ തൻ്റെ ഭാര്യയുമായി പുറത്തു പോകാൻ പോലും അജയ്ക്ക് താല്പര്യം കുറഞ്ഞു തുടങ്ങി. ഒരിക്കൽ സ്കൂളിൽ വെച്ച് അജയ് ഫ്രസ്ട്രേഷൻ മൂലം ഒരു MLAയുടെ മകനെ അടിക്കുകയാണ്. ഈ ഒരു ഇൻസിഡൻറ്റ് കാരണം തൻ്റെ ജോലി പോകും എന്നൊരവസ്ഥ വരെ എത്തുന്നു. ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനും തൻ്റെ ഇമേജ് എങ്ങനെയും രക്ഷിക്കാൻ വേണ്ടി അജയ് സ്കൂൾ മാനേജ്മെൻറ്റിനോട് പറയുകയാണ് കുട്ടികളെ World War II പഠിപ്പിക്കാൻ താൻ യൂറോപ്പിലേക്ക് പോവുകയാണെന്ന്. ഈ ഒരു സമയത്ത് അജയുടെ പാരൻസ് അജയുടെ മാരിറ്റൽ ഇഷ്യൂസ് പരിഹരിക്കാൻ വേണ്ടി നിഷയും തൻ്റെ യൂറോപ്പ് ട്രിപ്പിൽ കൂടെ കൂട്ടാൻ പറയുന്നു. ഇനീഷ്യലി അജയ് ഇത് സമ്മതിക്കുന്നില്ല. പക്ഷേ തന്നെക്കാളും ലാംഗ്വേജ് സ്കിൽസ് നിഷയ്ക്കുണ്ട് എന്നറിയുമ്പോൾ അജയ് ഇത് സമ്മതിക്കുകയാണ്. ഈ ഒരു യാത്ര ഇവർ രണ്ടുപേരുടെയും ജീവിതത്തെ മാറ്റിമറിക്കുകയാണ്. എല്ലാം ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് കാണാൻ പറ്റുന്ന ഒരു ഹാപ്പി റൊമാൻറ്റിക് ചാമിങ് മൂവിയാണ് ബാവൽ. ഈ ചിത്രം ആമസോൺ പ്രൈമിൽ കാണാവുന്നതാണ്.